ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ സുഖിനെ സ്വപ്നമൊക്കെ കണ്ട് ഞെട്ടി ഉണരുവാണ്. ഓ, എവിടെ എൻ്റെ കാറ്, എവിടെ എൻ്റെ ഡയമണ്ട് നെക്ലേസ് എന്നൊക്കെ ചുറ്റും നോക്കുക. ഓ, അത് സ്വപ്നമായിരുന്നു. എന്ത് നല്ല സ്വപ്നമാണ് ഞാൻ കണ്ടത്. ഷോ, കുറച്ചു നേരം കൂടി കാണായിരുന്നു. ഞങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരുടെയൊക്കെ കണ്ണിൽ എന്തുമാത്രം അസൂയായിരുന്നു. ഓ, ഞാനാ ധരിച്ച ഡ്രസ്സ് എത്ര കോസ്റ്റ്ലി ആയിരുന്നു. അയ്യോ, ഞങ്ങളുടെ കാറ് അതൊക്കെ എത്ര വിലമതിപ്പുള്ളതാ. ഓ, എൻ്റെ ദൈവമേ, അതൊരു സ്വപ്നമല്ലാതെ യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. ഇങ്ങനെയൊക്കെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഓ, ഒന്നും നടക്കത്തില്ലല്ലോ. പക്ഷേ ഇത് നടത്തിയെടുക്കണം. അതിനെന്ത് ചെയ്യണം? അതിനാ ഉദയഭാനു സാറുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചെടുക്കണം. വലിയ കോടീശ്വരനാന്നല്ലേ പറഞ്ഞത്. അദ്ദേഹമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചെടുത്ത് എങ്ങനെയെങ്കിലും ധർമ്മേട്ടനെ കൊണ്ട് ഈ കടയിൽ നിന്ന് മാറ്റിച്ച് ചെറിയതായിട്ടെങ്കിലും ഒരു ബിസിനസ് ആരംഭിക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കും വലിയ കാശുകാരാവാലോ. അതിനുവേണ്ടി എന്തും ചെയ്യണം. അതിനാ ദേവിയുടെ വീട്ടുകാരുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ നമ്മുടെ സുകന്യ മനസ്സിൽ പറയായിരിക്കും. ഇപ്പോൾ ഉദയഭാനു സാർ എവിടെയായിരിക്കും? ഓ, വലിയ ബിസിനസ്മാനല്ലേ. ചിലപ്പം ഏതെങ്കിലും വിദേശ രാജ്യത്ത് വല്ല ബിസിനസ് മീറ്റിങ്ങിനും പോയതായിരിക്കും. അങ്ങനെയാണല്ലോ ഗോമതിയേച്ചി പറഞ്ഞത്. ആ, എന്തായാലും അവിടെ പോയി ഒരു ബന്ധം സ്ഥാപിച്ച് അവരുമായിട്ടൊരു നല്ല സൗഹൃദമെല്ലാം ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ സുകന്യ ഇങ്ങനെ മനസ്സിൽ പറയണം കേട്ടോ. അതേസമയം നമ്മുടെ സുകന്യ പറയുന്ന ഈ ഉദയഭാനു സാറ് ഒരു കാട്ടിൽ കയറി കണ്ട കാടും പടലും എല്ലാം വലിച്ച് പറിച്ചെടുക്കുക. അപ്പം ശ്രീകല ചോദിക്കും, എടാ മനുഷ്യ, ഇതാണോ നിങ്ങൾ പറഞ്ഞ വലിയ പ്ലാൻ? ഈ കാട്ടിൽ കിടക്കുന്ന ചൊറിയണം എടുത്തുകൊണ്ട് ദേവിമോക്ക് കൊണ്ട് കൊടുക്കാനാണോ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. എൻ്റെ ശ്രീകലെ, ഇതൊന്നും വെറും പള്ളകളല്ല, ഇതൊക്കെ ഔഷധ മൂല്യങ്ങളുള്ള സസ്യങ്ങളാ. ഇത് കണ്ടില്ലേ, ഞാൻ ഓരോന്നും എത്ര സൂക്ഷിച്ചാ എടുക്കുന്നതെന്ന് നീക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഓ, ഇതൊക്കെ കൊണ്ടുപോയി അവിടെയുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച അവർക്കൊക്കെ ഇത് മനസ്സിലാവില്ലേ എന്ന് ചോദിക്കാം. ഇല്ല, ഇവർക്ക് അങ്ങനെ ഒന്നും മനസ്സിലാവില്ല. നമ്മൾ ഇതേപടി അല്ലല്ലോ ഇതിനെ കൊണ്ടുപോകുന്നത്. പിന്നെ ഇതിനെ എങ്ങനെ കൊണ്ടുപോകുന്നേ? ഇതിലൊക്കെ കുറച്ച് പെയിൻറ് ചെയ്യും. എന്നിട്ട് ഇതൊക്കെ നല്ല ഭംഗിയായി മുറിച്ച് നമ്മൾ പാക്ക് ചെയ്ത് സിംഗപ്പൂരിൽ നിന്നും മലേഷ്യയിൽ നിന്നുമൊക്കെ നമ്മൾ കൊണ്ടുവന്നതാണെന്ന് തോന്നിപ്പിക്കും വിധം നമ്മളിത് ദേവമംഗലത്ത് കൊണ്ടുപോയി കാണിക്കും. അവർ വിശ്വസിക്കും. ഇത്രയും നാൾ നമ്മൾ പറഞ്ഞ എല്ലാ കള്ളങ്ങളും അവർ വിശ്വസിച്ചില്ലേ? അപ്പം ഇതും വിശ്വസിപ്പിക്കാൻ ഈ ഉദയഭാനുവിനറിയാം. അതിനല്ലേ ഈ ഞാനും എൻ്റെ ഈ തലയും എന്ന് ചോദിക്കുക. നിങ്ങളെന്താ ഭയങ്കരമായിട്ട് ചൊറിയുന്നേ എന്നപ്പോൾ ശ്രീകല ചോദിക്കുക. ആ, ഈ കാട് പറിക്കുന്നതിൻ്റെ ഇടയിൽ ഏതോ ഒരു ചൊറിയണം എനിക്കിട്ട് പണി തന്നെന്നാണ് തോന്നുന്നേ. ഓ, നന്നായിട്ട് ചൊറിയുന്നു. ശ്രീകലെ, നീ ഇവിടെ നിൽക്ക്, കുറച്ച് ചൊറിയണം കൂടി ഞാൻ പറിച്ചിട്ട് വരാം. ചൊറിയണോ? അല്ല, ഔഷധ സസ്യങ്ങൾ കൂടി പറിച്ചിട്ട് വരാം. മനുഷ്യ, ഈ വിഷസസ്യങ്ങളെങ്ങാനും ദേവിമോൾ അറിയാതെങ്ങാനും കഴിച്ചു പോയാൽ അവൾക്ക് വല്ലതും പറ്റില്ലേ? അതിനല്ലേ നമ്മൾ മുൻകൂറായിട്ട് ദേവിമോളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അറിയാതെ പോലും ഇതിൻ്റെ ഒന്നും അടുത്ത് അവൾ ചെല്ലാൻ പോലും പാടില്ല. അതിനുള്ള പണിയൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ട് വേണം ദേവമംഗലത്ത് ഇത് കൊണ്ടുപോയി കാണിക്കാൻ. മനസ്സിലായോ നിനക്ക്? നീ ഇവിടെ മര്യാദയ്ക്ക് നിൽക്ക്, ഞാൻ ബാക്കി ചൊറിയണം കൂടി അല്ല ഔഷധ സസ്യങ്ങൾ കൂടി പറിച്ചുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ട് ഉദയഭാനു അതെല്ലാം പറിക്കാൻ സമയം നമ്മുടെ ആനന്ദ് ഉറങ്ങിക്കിടക്കുന്ന ദേവിയുടെ വയറിനോട് ചേർന്ന് കഥ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. വേറെ കഥയൊന്നുമല്ല, മഹാഭാരത കഥയാണ് പറയുന്നത്. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധം ജയിച്ച പാണ്ഡവരെയും കൂട്ടി ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരയുടെയും അനുഗ്രഹം മേടിക്കാനായിട്ട് കൃഷ്ണൻ ചെല്ലും. അപ്പം ദൈവമായ കൃഷ്ണന് നേരത്തെ തന്നെ മനസ്സിലാവും അവിടെ ഒരു വലിയ ചതി നടക്കാൻ പോവാണെന്ന്. ഇത് കേൾക്കുന്ന ദേവി ഞെട്ടിപ്പിടിഞ്ഞ് നിൽക്കും. ചതിയോ? എന്ത് ചതി? ഇത് നിനക്ക് കേൾക്കാനൊന്നുമല്ല ഞാൻ പറയുന്നത്, എൻ്റെ കുഞ്ഞിന് കേൾക്കാനാ. എന്നാലും പറ, എന്ത് ചതി അവിടെ നടക്കാൻ പോകുന്നേ? ഇനി എനിക്കത് അറിയാതെ സമാധാനം കിട്ടില്ല എന്ന് ദേവി പറയൂ. അവിടെ ഒരു വലിയ ചതി നടക്കും, അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തോളാം. നിനക്ക് ഈ കഥ അറിയാവുന്നതല്ലേ, പിന്നെ ഞാനെന്തിനാ ഇനിയും പറഞ്ഞു തരുന്നേ? എനിക്കെങ്ങും അറിയില്ല, ഞാൻ ഒരു കഥയും കേട്ടിട്ടുമില്ല എന്ന് ദേവി പറയും. അതെൻ്റെ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞോളാം, താൻ കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് ദേവിയോട് ആനന്ദ് പറയൂ കേട്ടോ. നമ്മൾ കിടന്നോളാവേ, എന്നാൽ ശരി, ഇനി പറ, എനിക്കും കേൾക്കാലോ എന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ ആനന്ദ് വീണ്ടും പറയും. അങ്ങനെ ധൃതരാഷ്ട്രരുടെ അനുഗ്രഹം മേടിക്കാനായിട്ട് പാണ്ഡവര് നേരെ നിന്നു. അവരിൽ ഏറ്റവും മൂത്ത ആളായ യുധിഷ്ഠിരനാണ് ആദ്യം അനുഗ്രഹം വാങ്ങാനായിട്ട് ചെല്ലുന്നത്. യുധിഷ്ഠിരൻ നേരെ ചെന്ന് ധൃതരാഷ്ട്രരുടെ കാലിൽ അനുഗ്രഹം വാങ്ങി. അദ്ദേഹം അവനെ ചേർത്ത് പിടിച്ചു. രണ്ടാമതായി ധൃതരാഷ്ട്രരുടെ അടുത്തേക്ക് ചെല്ലേണ്ടത് ഭീമനായിരുന്നു. പക്ഷേ ഭീമനാണ് മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പം കൃഷ്ണൻ തടഞ്ഞു. അതെന്തിനാ കൃഷ്ണൻ തടഞ്ഞേ എന്ന് അപ്പോൾ ദേവി ചോദിക്കൂ കേട്ടോ. അതെ കുഞ്ഞെ, നീ കേൾക്കുന്നുണ്ടോ?
കേൾക്കുന്നുണ്ട് എന്നപ്പം നമ്മുടെ ദേവി പറയും, ഞാൻ തനിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ഈ കഥ പറയുന്നത്, എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാ, നീ ഒന്നും പറയണ്ട. ഷെടാ, കുഞ്ഞ് എൻ്റെ വയറ്റിലാണല്ലോ, സ്വാഭാവികമായിട്ടും എൻ്റെ ചെവിയിലേക്ക് വരുന്നത് എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇപ്പം താൻ കേൾക്കണ്ട. അല്ലേ, ഈ ഭീമനെയും കൃഷ്ണനെ എന്തിനാ തടഞ്ഞത് അത് പറ. തൽക്കാലം ഞാനത് പറയുന്നില്ല. ആനന്ദേട്ടാ, ഇനി എനിക്കത് പറയാതെ സത്യമായിട്ട് ഉറക്കം വരത്തില്ലേ? എൻ്റെ ഉറക്കം അങ്ങനെ നഷ്ടപ്പെടുത്താത്തേന്നേ. ഭീമനെ എന്തിനാ കൃഷ്ണൻ തടഞ്ഞേന്ന് പറ. ഇല്ല, അത് ഞാൻ പറയില്ല. എന്നാ പറയണ്ട, ഞാൻ ഉറങ്ങാതെ ഇവിടെ ഇരുന്നോളാം. അപ്പം പിന്നെ നമ്മുടെ കുഞ്ഞു ഉറങ്ങാതെ ഇരിക്കും, ഞാൻ ഉണർന്ന് തന്നെ ഇരിക്കും. ഞാൻ ഉണർന്നിരുന്നാലേ എന്ത് ചെയ്യും നിങ്ങൾ? കുഞ്ഞു ഉറങ്ങത്തില്ലല്ലോ. ഓ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. അതിന് ഞാൻ പരിഹാരം കണ്ടോളാം എന്ന് പറയാം. എന്താ നിങ്ങൾ ചെയ്യാൻ പോന്നേ? എന്തായാലും കഥ പറഞ്ഞ് തുടങ്ങിയതല്ലേ ഞാൻ, അത് ഞാനങ്ങ് പൂർത്തിയാക്കിയേക്കാം എന്ന് ആനന്ദ് പറയേ. അങ്ങനെ വഴിക്ക് വാ ആനന്ദേട്ടാ, നിങ്ങളെ വഴിക്ക് കൊണ്ടുവരാനേ ഈ ദേവിക്കറിയാം എന്ന് ദേവി മനസ്സിൽ പറയൂട്ടോ. ധൃതരാഷ്ട്രയുടെ അടുത്തേക്ക് ചെല്ലുന്നതിൽ നിന്ന് ഭീമനെ കൃഷ്ണൻ തടഞ്ഞു. എന്നിട്ട് അതിനുശേഷം ഭീമന്റെ അതേ പൊക്കത്തിലും വണ്ണത്തിലും ഉള്ള ഒരു വലിയ ഇരുമ്പ് പ്രതിമ ധൃതരാഷ്ട്രയുടെ അടുത്തേക്ക് എത്തിച്ചു. അല്ല, അതെന്തിനാ കൃഷ്ണൻ അങ്ങനെ ചെയ്തേ? അതെ, ഞാൻ കഥ പറയും, നീ അങ്ങ് മിണ്ടാതെ കേട്ടാ മതി. ദാണ്ടേ കുഞ്ഞു ചോദിക്കാൻ പറഞ്ഞതാ, എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ടേ. ഷെടാ, കുഞ്ഞു ചോദിക്കാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു. അതിന് ആനന്ദേട്ടൻ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? കുഞ്ഞ് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം, അതുകൊണ്ട് മാത്രം, അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല കേട്ടോ. വെറുതെ നീ തെറ്റിദ്ധരിക്കുകയും വേണ്ട എന്ന് ആനന്ദ് പറയേ. ധൃതരാഷ്ട്രരെ ആ ഇരുമ്പ് പ്രതിമയെ ആലിംഗനം ചെയ്തു. എന്നിട്ടോ ധൃതരാഷ്ട്രയുടെ ഗാഢമായ ആലിംഗനത്തിൽ ആ ഇരുമ്പ് പ്രതിമ പൊട്ടി നിലത്തു വീണു. ഈ ധൃതരാഷ്ട്രൻ എന്തു പണിയാ കാണിച്ചേ? ആ പ്രതിമയുടെ സ്ഥാനത്ത് ഭീമൻ വല്ലതും ആയിരുന്നെങ്കിലോ? തൻ്റെ പ്രവൃത്തി ഓർത്ത് ധൃതരാഷ്ട്ര പൊട്ടിക്കരഞ്ഞു. ഇനിയിപ്പോൾ കരഞ്ഞിട്ട് എന്താ കാര്യം? പ്രതിമയല്ലേ, എൻ്റെ പ്രിയപ്പെട്ട ഭീമ, എൻ്റെ കൈകൾ കൊണ്ട് നിന്നെ കൊന്നല്ലോ എന്ന് കരഞ്ഞാണ് അവർ വിലപിച്ചത്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അങ്ങ് തെറ്റ് ചെയ്തിട്ടില്ല, അങ്ങ് ഭീമനെ കൊന്നിട്ടുമില്ല എന്ന് നമ്മുടെ കൃഷ്ണൻ പറയണ്ടായി. ഈ ആലിംഗനത്തിൽ അങ്ങ് തകർത്ത് കളഞ്ഞത് ഒരു ഇരുമ്പ് പ്രതിമയെ മാത്രമാണ്. അപ്പം ധൃതരാഷ്ട്രർക്ക് ആശ്വാസമായി. അപ്പം അദ്ദേഹം ചോദിക്കും, കൃഷ്ണ, എന്തുകൊണ്ടാണ് എനിക്ക് ഭീമനെ കൊല്ലുവാൻ തോന്നിയത് എന്ന് കൃഷ്ണനോട് ചോദിക്കും. അപ്പം കൃഷ്ണൻ പറയും, ഈ മക്കളെ നഷ്ടപ്പെടുന്ന ഒരു പിതാവിൻ്റെ വേദന അങ്ങയുടെ ഉള്ളിൽ തളം കെട്ടിക്കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ തോന്നിപ്പിച്ചത് എന്ന് നമ്മുടെ കൃഷ്ണൻ പറയും. ആ വേദന പകയായി പരിവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു, അതങ്ങ് അറിഞ്ഞിരുന്നില്ല. അങ്ങയുടെ മനസ്സിൽ ആ പക വളർന്നു. ധൃതരാഷ്ട്ര ഭീമനെ കൊല്ലാൻ പോവുകയാണെന്ന് കൃഷ്ണൻ എങ്ങനെയാ നേരത്തെ മനസ്സിലായത്? ഒരാളുടെ ചെയ്തികളിൽ നിന്നാണ് കൃഷ്ണൻ മുൻപോട്ട് എന്ത് നടക്കുമെന്ന് മനസ്സിലാകുന്നത്. ആ രീതികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊക്കെ സാധ്യമാകും. അങ്ങനെയാണോ എന്നപ്പോൾ ദേവി ചോദിക്കുവേ. അങ്ങനെ തന്നെയാ, എനിക്ക് അങ്ങനത്തെ വല്ല കഴിവും ഉണ്ടായിരുന്നെങ്കിലേ, നേരത്തെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നെങ്കിലേ ഞാനും ഇപ്പം എന്തൊക്കെ ചെയ്തേനെ. അല്ല, ചിലർ നമ്മെ ചതിച്ചു കഴിഞ്ഞാൽ നമുക്കതൊക്കെ മനസ്സിലാവുള്ളൂ. അവർ നമ്മളുടെ മുന്നിൽ പല നാടകങ്ങളും കളിക്കും. നമ്മൾ സാധാ മനുഷ്യരല്ലേ, അതൊന്നും മുൻകൂട്ടി കാണാനോ മനസ്സിലാക്കാനോ ഒന്നും പറ്റില്ല. അവരുടെ ചതിയിൽ വീണ് കഴിഞ്ഞ് അവസാനമായിരിക്കും ഇതൊക്കെ മനസ്സിലാക്കുന്നത് എന്ന് ദേവി ഒന്ന് കുത്തി പറയൂട്ടോ. എനിക്കിങ്ങനെ ത്രികാലജ്ഞാനം വല്ല ഉണ്ടായിരുന്നെങ്കിലേ നിൻ്റെ ആ പെരട്ട തന്തയില്ലേ, ആ ഉദയഭാനു, അയാളെ ഞാൻ ഞെക്കി പൊടിച്ചു കൊന്നേനെ എന്ന് പറയോ. ഇനി കഥയൊന്നും കേൾക്കണ്ട, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് നമ്മുടെ ദേവി പറയൂട്ടോ. അപ്പോൾ ആനന്ദ് പറയും, ഇല്ല, എൻ്റെ കുഞ്ഞിന് ഉറങ്ങാറായിട്ടില്ല, എനിക്ക് ഇനിയും കഥകൾ പറഞ്ഞു കൊടുക്കണം, കൃഷ്ണൻ്റെ കഥകളെ ഇനിയും ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ദേവി പറയും, കൃഷ്ണൻ്റെ കഥയിലൊക്കെ ഒരു ചതിയുടെ കാര്യങ്ങളും ഉണ്ട്, കള്ളത്തരങ്ങളും ഉണ്ട്. ഈ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ കള്ളം പറഞ്ഞത് എന്ന് അപ്പോൾ ആനന്ദ് പറയും. അല്ലാതെ തന്നെ അച്ഛനെയും പോലെ ദേവമംഗലത്തേക്ക് കയറിപ്പറ്റാനൊന്നും കള്ളം പറഞ്ഞതല്ല. അപ്പം നമ്മുടെ ദേവി പറയും, ചെയ്തു പോയ തെറ്റുകൾക്ക് മനസ്സുകൊണ്ട് മാപ്പ് പറഞ്ഞ കുഞ്ഞിൻ്റെ അമ്മയെ ഇനിയും വേദനിപ്പിച്ച കുഞ്ഞത് സഹിക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറയൂട്ടോ. അത് കേൾക്കുമ്പോൾ ആനന്ദ് പറയും, അയ്യോ, എൻ്റെ കുഞ്ഞിനെ പറ്റി അല്ലട്ടോ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞേ, കുഞ്ഞിൻ്റെ അമ്മയോടും അച്ഛനിപ്പോൾ ഒരു ദേഷ്യമില്ല എന്ന് പറഞ്ഞ് വീണ്ടും കഥകളൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുകയാണേ. അപ്പോൾ ദേവി തിരിഞ്ഞു കിടന്ന് ഉറങ്ങും. കുഞ്ഞിൻ്റെ അടുത്ത് നമ്മുടെ കള്ളക്കണ്ണൻ്റെ കുഞ്ഞി കഥകളൊക്കെയാണ് ആനന്ദ് പറഞ്ഞു കൊടുക്കുന്നത്. അതേസമയം രാവിലെ തന്നെ നമ്മുടെ സുകന്യ ഫോൺ ചെയ്യാണ് കേട്ടോ. എന്നിട്ട് പറയും, അന്ന് തേക്കടിയിൽ വെച്ച് നിന്നെ കണ്ടപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു, എങ്ങനെയെങ്കിലും എൻ്റെ പഴയ നമ്പർ സംഘടിപ്പിച്ച് നീ വിളിക്കൂന്ന്. ദയവ് ചെയ്ത് എന്നെ ഇനി വിളിക്കരുത്. ഒരു നമ്പർ ബ്ലോക്ക് ചെയ്യുമ്പോൾ പുതിയ നമ്പറിൽ നിന്ന് ഫോൺ ചെയ്യും. ഇനിയെങ്കിലും ഈ പണി നീ നിർത്തിക്കോ, അതാ നിനക്ക് നല്ലത്. എന്താ
കോംപ്രമൈസ് സംസാരിക്കാൻ ആളെ വിട്ടുന്നോ? ഇനി എന്ത് കോംപ്രമൈസ് സംസാരിക്കാനാ? ഇനി എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല. ദയവ് ചെയ്ത് നീ ഇനി എൻ്റെ ജീവിതത്തിൽ വരരുത്. കോംപ്രമൈസിനൊന്നും ആരെയും വിടേ വേണ്ട. എല്ലാം കഴിഞ്ഞു. നീ നിർത്തിക്കോണം. ഇനി എന്നെ വിളിക്കരുത്. മനസ്സിലായോ? ഞാൻ ഈ നമ്പർ ബ്ലോക്ക് ചെയ്യുക. വേറെ നമ്പറിൽ നിന്ന് എന്നെ വിളിക്കരുത്. നിനക്ക് കാര്യങ്ങൾ പിടികിട്ടിയല്ലോ. മധ്യസ്ഥതയ്ക്കൊന്നും ആരെയും ഇങ്ങോട്ട് അയക്കാൻ വേണ്ട. ഒരു വിധത്തിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോവാം. അപ്പോൾ ഓരോ ശല്യങ്ങൾ വന്നോളും എന്നും പറഞ്ഞ് സുകന്യ ഫോൺ കട്ട് ചെയ്യാട്ടോ. അപ്പോൾ സുകന്യയുടെ മുൻ ഭർത്താവാണേ വിളിക്കുന്നത്. അതേസമയം ആ സമയത്ത് തന്നെയാണ് ദേവമംഗലത്തേക്ക് ഓട്ടോറിക്ഷയിൽ നമ്മുടെ സാധാരണക്കാരനായ ഉദയഭാനു സാറും ശ്രീകലയും കൂടി വരുന്നത് കേട്ടോ. അവർ പറിച്ചുകൊണ്ട് വന്ന കാടും പടലയും എല്ലാം ആയിട്ടാണ് വരുന്നത്. ഇത് കാണുന്ന സുകന്യ പേടിച്ചു പോവാ. ഫോണിൽ കൂടി മീഡിയേറ്ററെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആരാണ്ട് അയച്ചതാണെന്ന് ഓർത്ത് സുകന്യ പേടിച്ചു പോവാ. മീഡിയേറ്ററായിട്ട് ആരോ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് തള്ളിക്കയറി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി ഇവരെ എങ്ങനെ ബ്ലോക്ക് ചെയ്യും? നാശം പിടിക്കാൻ എല്ലാ ശല്യങ്ങളും കൂടി ഇന്ന് തന്നെ ഇങ്ങോട്ട് വന്നല്ലോ എന്നൊക്കെ സുകന്യ പറയാ. എന്നിട്ട് നേരെ അവരുടെ അടുത്തേക്ക് സുകന്യ ഓടി ചെല്ലുവാണേ. അതേസമയം നമ്മുടെ ഉദയഭാനുവും ശ്രീകലയും കൂടി ഭയങ്കര പ്രൗഢിയോട് കൂടി അകത്തേക്ക് വരുവാ. നിക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് സംസാരിച്ചാൽ പോരായിരുന്നു, എന്തിനാ ഇങ്ങോട്ട് തള്ളിക്കയറി വന്നത് എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോൾ ഉദയഭാനു ശ്രീകല ഞെട്ടി നിൽക്കുക. എന്താ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നേ? ഇപ്പം സംസാരിക്കാൻ പറ്റില്ല, ഒന്ന് പോയി തരാവോ? അപ്പോൾ ഉദയഭാനു ചോദിക്കും, എടി ഈ പെങ്കൊച്ചിനെ നമുക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു കേട്ടോ എന്ന് ശ്രീകലയോട് പറയേ. നിങ്ങൾ ആരാന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. നിങ്ങൾ വരുന്ന കാര്യം അവൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉദയഭാനു ചോദിക്കും, അവനോ? ഓരോരോ പരിഷ്കാരങ്ങളെ എന്ന്. അപ്പോൾ ശ്രീകല ചോദിക്കും, ധർമ്മനെ അവനെന്നാണോ വിളിക്കുന്നേ എന്ന് ഉദയഭാനു ചോദിക്കും. അയ്യോ, ഭർത്താവിനെ അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല. ഞാൻ ധർമ്മേട്ടൻ എന്ന് തന്നെ വിളിക്കുന്നേ എന്ന് സുകന്യ ചോദിക്കും. ഞാൻ പറഞ്ഞത് ധർമ്മേട്ടൻ്റെ കാര്യമല്ല, പിന്നെ ആരുടെ കാര്യം എന്ന് ശ്രീകല ചോദിക്കും. ആര് പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് അവൻ്റെ കാര്യം. എടി ഇത് ഫുൾ കൺഫ്യൂഷൻ ആയല്ലോ എന്ന് ഉദയഭാനു ചോദിക്കുക. കൊച്ചേ, നീ വിചാരിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ മറ്റാരോ ആണെന്നാണ് നീ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ആ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ. ഞാൻ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ പിന്നെ ആരാ എന്ന് സുകന്യ എപ്പോൾ ചോദിക്കും. ഇവിടെ വേറെ ആരും ഇല്ലേ? ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ആദ്യം നിങ്ങൾ ആരാണെന്നൊന്ന് പറയുന്നുണ്ടോ എന്ന് സുകന്യ ചോദിക്കുക. എടി നമ്മളെ ഈ പെങ്കൊച്ചിന് മനസ്സിലായില്ല കേട്ടോ എന്ന് ഉദയഭാനു പറയും. പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവൂ. ഞങ്ങളെ ദേവമംഗലത്തുകാരുടെ ബന്ധുക്കാരാ. ബന്ധുക്കൾ എന്ന് പറയുമ്പം ആരാ? ചേച്ചിയുടെ ബന്ധുക്കളോ അതോ ബാലേട്ടൻ്റെ ബന്ധുക്കളോ? അതിന് ബാലേട്ടൻ്റെ ബന്ധുക്കളൊന്നും ഇല്ലല്ലോ, അനാഥരാണെന്നാണല്ലോ പറഞ്ഞത്. പിന്നെ ദേവമംഗലത്തുകാരുടെ ബന്ധുക്കൾ എന്ന് പറയുന്നത് അപ്പുറത്തെ കൃഷ്ണമംഗലത്തുകാരല്ല, അല്ലാതെ വേറെ ഏത് ബന്ധുക്കളാണ് അവർക്കുള്ളത് എന്ന് സുകന്യ അപ്പം ചോദിക്കൂ. എൻ്റെ കൊച്ചെ, എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കുക എന്നും പറഞ്ഞ് ശല്യമായല്ലോ. ദേവിയുടെ അച്ഛനും അമ്മയാണ് ഞങ്ങൾ. അയ്യോ, ഉദയഭാനു സാറോ? ഓ മൈ ഗോഡ്, എനിക്ക് മനസ്സിലായില്ല എന്നപ്പോൾ സുകന്യ പറയോ. ബിസിനസ് മാഗ്നറ്റ് ഉദയഭാനു സാർ എന്ന് സുകന്യ അപ്പോൾ ചോദിക്കുക. അതെ അത് ഞങ്ങളാ. എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗോമതി ചേച്ചി എന്നും പറഞ്ഞ സുകന്യ അകത്തേക്ക് ഓടിപ്പോട്ടോ. ഗോമതി ചേച്ചി, ഇതാരാ വന്നിക്കെന്നൊന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് വീണ്ടും അകത്ത് കയറി വിളിച്ചു പോവാട്ടോ. ഇതെന്താ ഇവളെന്താ ഇങ്ങനെ എന്ന് ഉദയഭാനു അപ്പോൾ ചോദിക്കും. ഉദയേട്ടാ, ആ പെണ്ണിന് പ്രാന്താണെന്നാ തോന്നുന്നത് എന്നപ്പോൾ ശ്രീകല പറയും. എന്താ സുകന്യെ, ഉദയഭാനു സാറ് വന്നിരിക്കുന്നെന്ന്. അപ്പം നമ്മുടെ ഗോമതി അങ്ങോട്ട് വരിക. ദേവിയുടെ അച്ഛനും അമ്മയും വന്നിരിക്കുന്ന ചേച്ചി, എൻ്റെ ചേച്ചി ഒന്ന് ഓടി വാ, ഒന്ന് വേഗം വരുന്നുണ്ടോ? അപ്പോൾ അവരെ സ്വീകരിക്കുവാണേ. ഉദയഭാനു സാർ, ശ്രീകലാൻറ്റി വാ ഇരിക്കുക എന്ന് പറയാം. എത്ര നാളായി സാറിനെ ഒന്ന് കാണണമെന്ന് ഓർത്തിരിക്കുന്നെന്നോ? എന്നെയോ? ആന്നേ, ദേവി എപ്പോഴും അച്ഛനെ പറ്റി പറയും എന്ന് സുകന്യ വീണ്ടും പറയും. ദേവി എന്താ പറയുന്നേ? ഉദയഭാനു സാറിൻ്റെ ബിസിനസ്സെ പറ്റി ദേവി അതൊക്കെ പറയാറുണ്ടോ എന്ന് ചോദിക്കും. ശരിക്കും സാറ് തിരക്കുള്ള ബിസിനസ്മാൻ അല്ലേ എന്ന് ഇപ്പം സുകന്യ വീണ്ടും ചോദിക്കും. ജയ്പേരിൽ നിന്ന് കൊറിയയിൽ പോകുന്നു, കൊറിയയിൽ നിന്ന് ആഫ്രിക്കയിൽ പോകുന്നു, അങ്ങനെ തിരക്കിട്ട് ഓടി നടക്കുകയല്ലേ, ഇതൊക്കെ ദേവി പറയാറുണ്ട്. ദേവി മോൾ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ എന്നപ്പോൾ ഉദയഭാനു മനസ്സിൽ പറയും. അപ്പോൾ ശ്രീകലയും പറയും, ഇവക്ക് ഇതെന്താ ഇങ്ങനെ, വല്ല പ്രാന്തുവാണോ എന്നൊക്കെ ചോദിക്കുക. സാർ ഇരിക്കുക എന്നും പറഞ്ഞ് അവളുടെ സാരിത്തുമ്പ് വെച്ചിട്ട് സെറ്റിയൊക്കെ ചിട്ടാട്ടോ ഇരുത്തുന്നേ. നേരത്തെ എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല, മറ്റാരാണെന്ന് വിചാരിച്ച് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ ഈ ബഹളം കേട്ടുണ്ടാ ദേവി അങ്ങോട്ട് വരുന്നേ. ദേവി ഞെട്ടി നിൽക്കുക അച്ഛനെ അമ്മയും കാണുമ്പം. അതേസമയം ഗോമതി മീനാക്ഷി ഒക്കെ വരിക. അല്ല, ആരിത് എന്നപ്പം
ഗോമതി ചോദിക്കുക. അപ്പം സുകന്യ അടുത്തേക്ക് വരിക. ഗോമതി ചേച്ചി, ദേ ഉദയഭാനു സാറ്. ദേവി, ദേ അച്ഛനും അമ്മയും വന്നിരിക്കുന്നു. നീ എന്തോ ഒരു മൈൻഡില്ലാതെ നിൽക്കുന്നേ? അയ്യോ, ഉദയഭാനു സാറിനെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. കുടിക്കാൻ എന്താ വേണ്ടത്? സുകന്യെ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഏയ് വേണ്ട വേണ്ട, ഗോമതി ചേച്ചി സംസാരിക്ക്. ദേവി, നീയും ഇങ്ങ് വന്നേ, നീയും അച്ഛനോടും അമ്മയോട് സംസാരിക്ക്. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാവേ എന്നും പറഞ്ഞ് വെപ്രാളപ്പെട്ട് അടുക്കളയിലേക്ക് പോവുക. അപ്പം മീനാക്ഷി അന്തം വിട്ട് നിൽക്കുക. അടുക്കള കയറാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാൾ ഇത്ര ഇൻട്രസ്റ്റോട് കൂടി ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നു. എന്തോ എവിടെയോ ഒരു തകരാറുണ്ട്. അപ്പം തന്നെ നമ്മുടെ ശ്രീകല ദേവിയുടെ അടുത്തേക്ക് ചെല്ലുക. മോളെ സുഖമാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ദേവി പറയും, കണ്ണ് ഉരുട്ടി ഇങ്ങനെ നോക്കുക. എന്താ മോളെ എന്ന് ചോദിക്കുകയാണെ. അതേസമയം ബാലനും അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഗോമതി പറയും, ഉദയഭാനു സാറിന് തിരക്കാണെന്ന് അറിയാം, അതുകൊണ്ടാണ് ഞങ്ങളാരും ബുദ്ധിമുട്ടിക്കാതിരുന്നത് വിളിച്ച്. അല്ല, ബാലൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അല്ല, സാറിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കഴിയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു, എന്നിട്ട് സംസാരിക്കാമല്ലോ, അതാ മിണ്ടാതെ നിന്നേ. അതേസമയം നമ്മുടെ സുഖിന് ജ്യൂസുമായിട്ട് വരിക. അയ്യോ, ആൻറ്റി ഇവിടെ വന്ന് നിൽക്കുവാണോ എന്നും പറഞ്ഞ് ദേവിയുടെ അടുത്ത് നിൽക്കുന്ന ശ്രീകലനെ വലിച്ചുകൊണ്ട് ഉദയഭാനുവിൻ്റെ അടുത്തുകൊണ്ട് ഇരുത്തുക. എന്നിട്ട് ഇതാ ആപ്പിൾ ജ്യൂസാ, നിങ്ങൾക്ക് ഇഷ്ടമാകും. നമ്മളുണ്ടാക്കുന്ന ജ്യൂസൊന്നും ഉദയഭാനു സാറിന് ഇഷ്ടപ്പെടാൻ വഴിയില്ല എന്ന് ഗോമതി പറയും. ആപ്പിൾ തോട്ടമൊക്കെ ഉള്ളതുകൊണ്ട് ശുദ്ധമായ ആപ്പിളിൽ നിന്നുണ്ടാക്കുന്ന ജ്യൂസേ ഉദയഭാനു സാറും ശ്രീകലയും കുടിക്കൂ എന്ന് പറയും. ആപ്പിൾ തോട്ടമൊക്കെ ഉണ്ടോ എന്ന് സുകന്യ ചോദിക്കും. ഒരു 500 ഏക്കർ ആപ്പിൾ തോട്ടം ഉണ്ട്. 500 ഏക്കർ ആപ്പിൾ തോട്ടമോ? എൻ്റെ പൊന്നു, ഞാൻ ഇന്ന് വരെ ഒരു ആപ്പിൾ തോട്ടം കണ്ടിട്ടില്ല. ഒരിക്കൽ ഞാൻ വരും കാണാൻ എന്നൊക്കെ സുകന്യ ചോദിക്കുക. സാർ അങ്ങോട്ടൊന്നും പോകാറ് പോലും ഇല്ല. ആപ്പിൾ തോട്ടം മാത്രമല്ല, വേറെ എന്തൊക്കെയോ തോട്ടങ്ങളുണ്ട് അല്ലേ ഉദയഭാനു സാർ എന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ സുകന്യ പറയും, എൻ്റെ ഈശ്വര, ഇത്രയ്ക്ക് വലിയ കോടീശ്വരരായിരുന്നോ? അല്ല, സാറിപ്പം എവിടുന്നാ വരുന്നേ? ഞാൻ കഴിഞ്ഞ ഒരാഴ്ച സൗത്ത് ആഫ്രിക്കയിലായിരുന്നു എന്ന് ഉദയഭാനു പറയും. അപ്പോഴത്തേക്കും ബാലൻ മനസ്സിൽ പറയും, അവൻ്റെ സൗത്ത് ആഫ്രിക്ക അവൻ TV കണ്ടു കാണും, അതായിരിക്കും ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ വല്ല മാപ്പിലും സൗത്ത് ആഫ്രിക്ക കണ്ടു കാണും. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് നേരെ കൊറിയയിലേക്ക് പോയി. സൗത്ത് കൊറിയ, അവിടെ നമുക്കൊരു ഫ്രണ്ടുണ്ട്. സിംഗപ്പൂർ വെച്ചേ ഞങ്ങൾ ഫ്രണ്ട്സ് ആയത്. ആഹാ, അതെയോ എന്നപ്പം നമ്മുടെ സുഖിന് ചോദിക്കുക. നല്ല മനുഷ്യനാണ്, വളരെ നല്ല മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മകളുടെ വിഭാഗം അതിന് എന്നെ ക്ഷണിച്ചു, അങ്ങനെ ഞാൻ പോയതാ. അതെയോ എന്നപ്പോൾ സുഖിൻ്റെ വീടിന് ചോദിക്കും. കൊറിയയിലെ രീതികളൊക്കെ വേറെയാ, നമ്മളെ ആചാരങ്ങളുമായിട്ട് ചെറിയ സാമ്യമുണ്ട്, എന്നാലും ജീവിതവും രീതികളും ഒക്കെ വ്യത്യസ്തമാണ്, വേറൊരു രീതിയിലാണ്. ഓ എന്നപ്പോൾ സുഖിന് ചോദിക്കുക. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ബാലന് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. കടിച്ചമർത്തി നിൽക്കുകയാണ് ദേഷ്യം. അപ്പോഴാണ് നമ്മുടെ ഗോമതിയുടെ ശ്രദ്ധയിൽ ഈ കുറച്ച് പാക്കറ്റുകളൊക്കെ കാണുന്നത്. അല്ല, ഇതെന്താ കുറേ ഇലകളൊക്കെ എന്ന് ചോദിക്കുക. ഇത് കുറച്ച് ഔഷധ ചെടികളാ, ലക്ഷങ്ങൾ വിലയാ. ഞാൻ പറഞ്ഞില്ലേ, സൗത്ത് കൊറിയയിലുള്ള എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ വളർത്തുന്ന ഔഷധ ചെടികൾ ദേവിക്ക് വേണ്ടി ഇവിടേക്ക് എത്തിച്ചതാ. ഗർഭിണിയായ സ്ത്രീകൾ ഇത് പാലിൽ അരച്ചു കൊടുക്കണം എന്ന് നല്ലതാന്നാ അദ്ദേഹം പറഞ്ഞത്. ലേഹ്യം ഉണ്ടാക്കി കഴിക്കുന്നതാണ് വളരെ ഉത്തമം എന്ന് വീണ്ടും പറയാണ് കേട്ടോ. അല്ല, ഇത് ഔഷധ ചെടിയാണോ എന്ന് മീനു അപ്പോൾ ചോദിക്കുക. അല്ല, മെഡിസിൻ ഫ്ലൈറ്റിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നപ്പോൾ മീന് ചോദിക്കേ. അത് ആയുർവേദമല്ലേ മോളെ? അല്ല, ആയുർവേദമാണേലും മെഡിസിൻ തന്നെയല്ലേ, പെർമിഷൻ ഇല്ലാതെ മെഡിസിൻസ് ഒക്കെ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് വീണ്ടും മീന് ചോദിക്കേ. അത് കേൾക്കുമ്പോൾ ബാലന് ചിരി വരും കേട്ടോ. അപ്പോൾ ഗോമതി ചോദിക്കും, അതൊരു കാര്യം ശരിയാണല്ലോ. അല്ല, ഈ അടുത്തൊരു സിനിമാ താരം മുല്ലപ്പൂ വെച്ചതിൻ്റെ പേരിലേ 1.5 ലക്ഷം രൂപയല്ലേ അവർക്ക് ഫൈൻ അടിച്ചു കൊടുത്തത്? ഇങ്ങനെയൊക്കെ എന്തോ പ്രശ്നമുള്ളതല്ലേ എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഉദയഭാനു പറയും, അത് പിന്നെ. അപ്പോൾ ബാലൻ പറയും, ഉദയഭാനു സാറിന് കസ്റ്റംസിലൊക്കെ നല്ല സ്വാധീനമല്ലേ, ആ സ്വാധീനം ഉപയോഗിച്ച് കൊണ്ടുവന്നതായിരിക്കും അല്ലേ സാറേ എന്ന് ചോദിക്കുക. അങ്ങനെ ബാലൻ തന്നെ ഉദയഭാനുവിനെ ആ സന്ദർഭത്തിൽ രക്ഷിക്കും. അതേസമയം നമ്മുടെ ബാലന് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കും.